ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കണ്ടല്ലോ മെഹന്തിയൊക്കെ. ഓക്കെ, അപ്പം നാളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ സർപ്രൈസ് റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മെഹന്തി ഇട്ടിട്ടുണ്ട്. രാവിലെ അമ്മയെ കാണിച്ചു തരാൻ കേട്ടോ എൻ്റെ കളർ മാറുന്നതൊക്കെ. ഓക്കെ, അപ്പം ഡെക്കറേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. ബാക്കി രാവിലെ ആകുമ്പം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ടാറ്റാ, നാളെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നൈറ്റ് ഞാൻ പറഞ്ഞിരുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ടെന്ന്. തിരുവോണത്തിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കും കേട്ടോ ഈ വീഡിയോ വരാൻ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നല്ല രാവിലെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് സെറ്റാണ്, പക്ഷെ കുറച്ചും കൂടെ ശരിയാക്കാനുണ്ട്. ഇനിയിപ്പം ഞാനൊന്ന് പോയി റെഡി ആവട്ടെ. ഓക്കെ, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് നമുക്ക് കാണാം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മെഹന്തി ഒരു ലൈറ്റ് കളർ രാവിലെ ആയപ്പോൾ കണ്ടോ കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ഈ കൈ കൊള്ളാല്ലേ? ഓക്കെ, അപ്പം ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം. ടാറ്റാ. നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അത്തപ്പൂക്കളത്തിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ നമുക്കിനി കാണാൻ പോകുന്നത് മഴയൊക്കെ മാറി അത്തപ്പൂക്കളമൊക്കെ കണ്ടു. ഇനി ഇതാണ്ട് നമ്മുടെ പൂപ്പിക്കൂട്ടം നോക്കി നിൽപ്പുണ്ട്. ഇവിടെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പൂപ്പിക്കൂട്ടൻ്റെ കുർത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ആ ഒരു സർപ്രൈസ് നമുക്ക് റിവീൽ ചെയ്താലോ? ഓക്കേ. ആരും ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഒരിടത്തും ഇത് റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇപ്പോഴാട്ടോ റിവീൽ ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പോൾ കറക്റ്റ് 9 months ആയിട്ടുണ്ട്. വളകാപ്പ് എന്ന് പറയുമ്പോൾ 7 monthsലാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതുവരെയായിട്ടും ആരുടെടുത്തും ഇത് റിവീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാ ഇപ്പോൾ റിവീൽ ചെയ്യുവാണ്. ഇപ്പോൾ എനിക്ക് കറക്റ്റ് 9 months കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ കുറച്ച് ഒരു 1 week കൂടെ കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് വളകാപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ 9th month, അതായത് ഡെലിവറിക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി നിൽക്കെ, ഞാൻ വളകാപ്പ് എന്തായാലും ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ റിവീൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിപ്പം വളകാപ്പിൻ്റെ ആ ഒരു ചടങ്ങ് പക്ക അതുപോലെ അല്ലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഫുൾ വളകാപ്പ് സംഭവങ്ങൾ അത്രയും ഓർഗനൈസ് ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അമ്മ കുറേ കുപ്പിയോളം വെച്ചിട്ടുണ്ട്, അതുപോലെ സ്വീറ്റ്സ് ഉണ്ട്. അപ്പം അമ്മ വളയിട്ട് തരുവാണ് കേട്ടോ. 2 കയ്യിലും വളയിടും. പിന്നെ സ്വീറ്റ് തരും. പിന്നെ നമ്മുടെ ഇത് മഞ്ഞളും കുങ്കുമവും ആക്ച്വലി ഇത് മുഖത്താണ് ഇടുന്നത്, പക്ഷേ കയ്യിലാണ് കേട്ടോ ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് പലരും ഇപ്പോൾ ഷോക്കായിട്ടുണ്ടായിരിക്കും, മിക്കവരും കേട്ടോ. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പോലും പറഞ്ഞിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ ഞാൻ റിവീൽ ചെയ്തിരിക്കുകയാണ് ഗൈസ്. വി ആർ പ്രഗ്നൻറ്റ്. അതും ഇപ്പോൾ 9 months ആണ് കേട്ടോ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് 9 month. അപ്പോൾ നമ്മുടെ പൂപ്പിക്കുട്ടനും ഞാനും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞുമണിയും കൂടെ ഉടനെ വരുന്നതാണ് കേട്ടോ. പൂപ്പിക്കുട്ടന് ബേബി ബോയോ ബേബി ഗേളോ ഒക്കെ വരും. അപ്പം നിങ്ങളും ഗസ് ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക. ബോയ് ആയിരിക്കുമോ ഗേൾ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത്. ഇതൊക്കെ ജസ്റ്റ് ഫണ്ണായിട്ട് എടുക്കുന്നേ ഉള്ളൂ. ഏത് ബേബി ആയാലും ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി തന്നെ കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എന്നല്ല, പ്രാർത്ഥന അതാണ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സും പ്രേയേഴ്സൊക്കെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഇത് മനുവിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലാഗ് കാണും കേട്ടോ, കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ് വീഡിയോയ്ക്ക്. അപ്പം എല്ലാവരും സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. വളയിടുന്നു, സ്വീറ്റ് തരുന്നു, പിന്നെ കുങ്കുമവും മഞ്ഞളും കൂടെ കയ്യിലിടുന്നു കേട്ടോ. അപ്പോൾ അതാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ. അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. അമ്മച്ചിക്ക് ഇപ്പോൾ 94 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് എടുത്ത് നോക്കാൻ പറ്റും യൂട്യൂബിലാണെങ്കിൽ. അതേസമയം ഇപ്പോൾ നമ്മുടെ ഫോണിലോ ലാപ്പിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ കൊണ്ട് അടിച്ചു കൊല്ലാൻ പോവുകയാണെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇപ്പം സ്റ്റോറേജൊക്കെ
ഫുൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറേയൊക്കെ ഡിലീറ്റ് ചെയ്യത്തില്ലേ. ഇതാകുമ്പോൾ സേഫായിട്ട് യൂട്യൂബിൽ അങ്ങ് കിടക്കുകയും ചെയ്യും. എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് ഓർമ്മിക്കാനും എടുത്തൊക്കെ ഒന്ന് നോക്കാനും മെമ്മറീസൊക്കെ റികളക്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ ഇത് ഇടുന്നത്. ഞാൻ അത്രയും എക്സൈറ്റഡ് ആണ് ഈ വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ. എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ കമൻസ് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന സാരി എന്ന് പറഞ്ഞാൽ കല്യാണി കോട്ടൺ ആണ് കേട്ടോ. ഇതെൻ്റെ ചേച്ചി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അജാഷ ഫാഷൻ എന്നാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജ്. അത് എല്ലാ ടൈപ്പ് ഓഫ് സാരീസും ഒക്കെ കാണും. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു. അടിപൊളി കോമ്പിനേഷനാണ്, നല്ല കംഫർട്ടബിളാണ് കേട്ടോ. അത് എടുത്ത് പറയണം, നല്ല കംഫർട്ടബിളാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെയൊക്കെ സാരി, ട്രഡീഷണൽ ആയിട്ടുള്ള സാരീസും അതുപോലെ അജ്രക്കിൻ്റെയൊക്കെ സാരീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കൊടുത്തേക്കാം. ജസ്റ്റ് കയറി ഒന്ന് ഫോളോ ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ കസിനാണ് കേട്ടോ, അഞ്ജു. അപ്പം എൻ്റെ കസിൻ വളരെ ചുരുക്കം, ആരുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ എനിക്ക് വീഡിയോ എടുക്കാനും എനിക്ക് ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു ചടങ്ങ് മാത്രമാണ് കേട്ടോ. അല്ലാതെ മറ്റേ പക്കയായിട്ട് ചെയ്യുന്ന വളകാപ്പ് ചടങ്ങല്ല ഇത്. ഇത് ഞാൻ ഓർഗനൈസ് ചെയ്ത്, അതായത് വേറെ ആരുമില്ല, ഞങ്ങളുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ, അങ്ങനെ ചെയ്ത ഒരു ചടങ്ങാണ്. അപ്പോൾ ഇതും കസിനാണ് കേട്ടോ, അഞ്ജന. ഇത് എൻ്റെ വല്യച്ഛൻ്റെ മക്കളാണ്, അതായത് അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളാണ് കേട്ടോ, അഞ്ജന, അഞ്ജു. അപ്പം എൻ്റെ കോസ്റ്റ്യൂം, മനുവിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ മാത്രം കണ്ടിട്ട് പോകരുത്. അപ്പോൾ അത് വളയും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അതുപോലെ എൻ്റെ ഈ മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം. പിന്നെന്താ, ഈ സാരി എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയണേ. അപ്പോൾ നമുക്കിനി വീഡിയോ തന്നെ കാണാം. ഇനി ഞാൻ വാചകം അടിച്ച് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ നമുക്ക് ഫുള്ളായിട്ടിരുന്ന് കാണാം കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ അഞ്ജന. ഇവളാണ് എനിക്ക് മെഹന്തിയൊക്കെ ഇട്ട് തന്നത്. അടിപൊളിയായിട്ട് ഇട്ടത്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് അഞ്ജന. അതുപോലെ നമുക്ക് ഈ ഡെക്കറേഷൻ ഉണ്ടല്ലോ, ഈ വളകാപ്പിൻ്റെ ബാക്കിലുള്ള ഡെക്കറേഷൻ നവീൻ ചേട്ടനാണ് കേട്ടോ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തത്. അതുപോലെ എൻ്റെ അമ്മയും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കൊഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മഞ്ചണി വർണ്ണ ചുന്ദരി വാവേ തങ്കിന്നക്ക തകതിമിയാടും തങ്കനിലാവേ പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മഞ്ചണി വർണ്ണ ചുന്ദരി വാവേ യാടും തങ്കനിലാവേ പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ. ഇനി ഓവറായിട്ട് ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ ചടങ്ങുകൾ, സെയിം സാധനങ്ങൾ തന്നെ ഓരോരുത്തർ വന്നിട്ട് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പൂപ്പിക്കുട്ടനും എനിക്ക് ഇട്ട് തന്നു കേട്ടോ, പക്ഷെ അത് വീഡിയോ ആയിട്ട് റെക്കോർഡായില്ല, ഫോട്ടോ ആയിട്ടേ ഉള്ളൂ. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, പൂപ്പിക്കുട്ടൻ്റെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. എല്ലായിടത്തും ഇവിടെ ആകെ കുറച്ച് പേരേ ഉള്ളൂ. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം എത്ര വോട്ട് ബോയ്ക്ക് കിട്ടും, എത്ര വോട്ട് ഗേളിന് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഗസ്റ്റ് ജെൻഡർ ആണ് കേട്ടോ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് മനുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. മനു, ഗസ്റ്റ് ജെൻഡർ ബേബി ബോയ്. അപ്പോൾ ബേബി ബോയ്ക്ക് ഒരു വോട്ട്. സാൻഡ്ര ഗസ്റ്റ് ജെൻഡർ ഗേൾ. ഓക്കെ, ഗേളിന് ഒരു വോട്ട്. ഗസ്റ്റ് ജെൻഡർ ബോയ്. ഓക്കെ, അപ്പൊ ബോയ് വീട് 2 വോട്ട്. ഞാനും പോയി 3 വോട്ട്. ബോയ് 4 വോട്ട്. ആകാശ് 2 വോട്ട് ഗേളിന്. അടുത്ത അമ്മയുടെ അടുത്ത് ചോദിക്കാം. അമ്മ ആവാനാണ് സാധ്യത, പക്ഷെ ഞാൻ പോയി സാധ്യത. അപ്പൊ ഗേള് 3 അല്ലേ? 3 ബോയ് പറയുമ്പോൾ ഞാൻ കേൾ വേണ്ടി. അടുത്തത് അവിടെ കറിയിലൊക്കെ കൂടെ ഇതാണ് ഗസ്റ്റ് ജെൻഡർ. ഇതാണ് ബോയ് ആയിരിക്കോ ഗേൾ ആയിരിക്കോ?
5 വോട്ട്. അടുത്തത് ഗേൾ. അപ്പൊ ഗേളിന് 4 വോട്ട്. ആന്റി ബോയ് ആയിരിക്കോ ഗേൾ ആയിരിക്കോ? 5 വോട്ട്. അപ്പൊ 5-5. അമ്മച്ചി ബോയ് ആയിരിക്കോ ഗേൾ ആയിരിക്കോ? ആണായിരിക്കോ പെണ്ണായിരിക്കോ? ഏതെങ്കിലും പറ. ആണായിരിക്കോ പെണ്ണായിരിക്കോ? ആണാ. 6 വോട്ട് ബോയ്. ഇനി അവിടെ പോ. ഈ വീഡിയോഗ്രാഫി സമ്മതിക്കണം കേട്ടോ. ഓ ആണായിരിക്കോ പെണ്ണായിരിക്കോ? ആണ്. അപ്പം എത്ര? 7 പോയി. ഞാനും ആണ് 8. നീ പറഞ്ഞല്ല 8. ഇത് നവീൻ ചേട്ടൻ ബിഹൈൻഡ് ദ ക്യാമറയാണ്. പറഞ്ഞോ ബേബി ബോയ്. 9 വോട്ട്. ഇത്രയല്ലേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ലല്ല. എന്റെ ഒരു ഗസ് ചിലപ്പോ ബോയ് ആയിരിക്കും. 10 വോട്ട് ബോയ്ക്കും ഗേളിന് 6 വോട്ടാ 5 വോട്ടാ 6 വോട്ട് ഗേളിന് 10 വോട്ട് ബോയ്ക്കും. ഓക്കെ ഓക്കെ നമുക്കിനി വരും പോലെ കാണാം. ബൈ ബൈ. ബൈ ബൈ പറയട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോസ് എല്ലാം കാണാം കേട്ടോ. ഇനി ഞാൻ കൂടുതൽ ഡയലോഗ് അടിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ പ്രേയേഴ്സും ബ്ലെസ്സിങ്സും വേണം. എനിക്കും പൂപ്പിക്കുട്ടനും നമ്മുടെ വരാൻ പോകുന്ന ബേബിക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരുപാട് അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ, ലവ് യു ഓൾ, ടേക്ക് കെയർ. ഇതുവരെ ആർക്കും വലിയ സംശയവും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. കാരണം എനിക്ക് വയറ് അധികം ഇല്ലായിരുന്നു. എനിക്ക് 8 months അവസാനമായപ്പോഴാണ് വയറ് വന്നത് തന്നെ ആക്ച്വലി. അപ്പോൾ ഇതാണ് കറക്റ്റ് ടൈമെന്ന് തോന്നി റിവീൽ ചെയ്യാനായിട്ട്. ഓക്കെ.